أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अपने आका की इत्तिबा में തൻ്റെ യജമാനനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് തൗഹീദ് സ്ഥാപിക്കുന്നതിനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രായോഗിക മാതൃകയെക്കുറിച്ചും തൻ്റെ അനുയായികൾക്ക് അവിടുന്ന് നൽകിയ ഉപദേശങ്ങളെയും അവരുടെ ശിക്ഷണത്തിനായി അവിടുന്ന് നടത്തിയ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ചില സംഭവങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരാളുടെ മകൻ മരണപ്പെട്ടു. അയാളുടെ ഒരു സുഹൃത്ത് ആശ്വസിപ്പിക്കാനായി എത്തിയപ്പോൾ അയാൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവം എന്നോട് വലിയ അനീതിയാണ് കാണിച്ചത്. അതായത് ദൈവം തൻ്റെ ഏതെങ്കിലും അവകാശം തട്ടിയെടുത്തു എന്നാണ് അയാളുടെ വിചാരം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തുടർന്നു, ഒരു ദാസന് ദൈവത്തിനു മേൽ എന്ത് അവകാശമാണുള്ളത് എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. തങ്ങളുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, തഖ്വ എന്നിവയിൽ അഭിമാനം കൊള്ളുന്നവർ പോലും വല്ല കഷ്ടപ്പാടും വരുമ്പോൾ ദൈവം തങ്ങളോട് അനീതി കാണിച്ചു എന്ന് നിലവിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഒരു മദ്യപാനിയായ കവി, അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ തികച്ചും അശ്രദ്ധനായിരുന്നുവെങ്കിലും സത്യത്തിൻ്റെ ഒരു നിമിഷത്തിൽ ആ മദ്യപാന ശീലത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവികമായ ഒരു വെളിപാട് ഇപ്രകാരം അവതരിച്ചു, ജാൻ ദീ ഹുയി ഉസി കി ഥി ഹക് തോ യേ ഹേ കഹ ഹാദാ ന ഹുവ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും മക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ കൃപയാൽ ലഭിച്ചതാണെന്ന് മനുഷ്യനെപ്പോഴും ഓർക്കണം. നാം സദാ അവന് മുന്നിൽ കുനിയുന്നവരാകണമെന്നും നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാകണമെന്നും ഷിർക്കിൻ്റെ ചെറിയൊരു ലാഞ്ചന പോലും നമ്മിൽ ഉണ്ടാകരുതെന്നും ഇത് ആവശ്യപ്പെടുന്നു. നമുക്ക് ദൈവത്തിനുമേൽ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഒരിക്കലും കരുതരുത്. അല്പം ആരാധന നിർവഹിച്ചതുകൊണ്ട് കടമകളൊന്നും തീരുന്നില്ല. മറിച്ച് ആരാധനകൾ നമ്മുടെ തന്നെ ഗുണത്തിനാണ് നാം ചെയ്യുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പരാമർശിച്ച ആ കവി പറയുന്നത് ഇതാണ്, അള്ളാഹുവാണ് ജീവൻ നൽകിയത്, അവരാണ് ഈ ലോകത്ത് നമ്മെ അയച്ചത്. എന്നാൽ അവനോട് നാം കാണിക്കേണ്ട നന്ദിയുടെ കടമകൾ പൂർണ്ണമായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. ഇപ്രകാരം തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മകൻ്റെ വിയോഗവേളയിൽ അവിടുന്ന് കാണിച്ച ക്ഷമയും പ്രതികരണത്തെയും കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്നു മുബാറക് അഹമ്മദ്. അവിടുന്ന് മകനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. മുബാറക് അഹമ്മദിൻ്റെ അസുഖവേളയിൽ അവിടുന്ന് അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചിരുന്നു. ഒരുപക്ഷെ മുബാറക് അഹമ്മദ് മരണപ്പെടുകയാണെങ്കിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് താങ്ങാനാവാത്ത ദുഃഖമുണ്ടാക്കുമെന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹു പോലും കരുതിയിരുന്നു. അവസാന നിമിഷങ്ങളിൽ
ഹസ്രത്ത് മൗലവി സാഹിബ് കുട്ടിയുടെ നാഡിമിടിപ്പ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കസ്തൂരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുട്ടിയുടെ നാഡിമിടിപ്പ് നിലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിയുടെ വിയോഗം ഹസ്രത്ത് മസീമോദ് സ്വലാത്തു വസ്സലാമിൽ അത്ര വലിയ ആഘാതമുണ്ടാക്കുമെന്ന ചിന്ത ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന് അത്രമേൽ പിടിച്ചുലച്ചു. അദ്ദേഹം നിന്ന നിൽപ്പിൽ ബോധരഹിതനായി നിലത്ത് വീണു. എന്നാൽ മുബാറക് അഹമ്മദ് വഫാത്തായി എന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അതീവ ക്ഷമയോടെ സുഹൃത്തുക്കളെ ഇപ്രകാരം കത്തെഴുതി അറിയിച്ചു: മുബാറക് അഹമ്മദ് വഫാത്തായിരിക്കുന്നു. എന്നാൽ ഇതിലാരും പരിഭ്രമിക്കരുത്. ഇത് അള്ളാഹുവിൻ്റെ ഹിതമായിരുന്നു. അതിൽ നാം ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത്. തുടർന്ന് അവിടുന്ന് പുറത്തു വരികയും പുഞ്ചിരിച്ചുകൊണ്ട് പ്രസംഗം നടത്തുകയും ചെയ്തു. മുബാറക് അഹമ്മദിനെ കുറിച്ച് അള്ളാഹു നൽകിയ വെളിപാട് പൂർത്തിയായി എന്ന് അവിടുന്ന് വ്യക്തമാക്കി. അവിടുത്തെ ഒരു കവിതാശകലം ഇപ്രകാരമാണ്: ബുലാനെ വാലാ ഹെ സബ്സെ പ്യാരാ, ഉസീ പേ ഏ ദിൽ തു ജാം ഫിദാക്കർ. ഇപ്രകാരം തന്നെ ഹസ്രത്ത് മുസ്ലിമോദ് തലാൻഹു ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സീറത്ത് വിവരിക്കവേ ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഒരു കാര്യം ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. തുർക്കിയിലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാനെ കുറിച്ച് അദ്ദേഹം പിന്നീട് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. പരാമർശിക്കവേ അവിടുന്ന് പറയാറുണ്ടായിരുന്നു: സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ ഒരു കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും തെറ്റായിരുന്നുവെങ്കിലും അവിടുന്ന് പറയുമായിരുന്നു: ഈ ഒരു കാര്യം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതെന്തെന്നാൽ ഗ്രീസുമായുള്ള യുദ്ധത്തിൽ ചോദ്യമുയർന്നപ്പോൾ മന്ത്രിമാർ പല ഒഴികഴിവുകളും നിരത്തി. വാസ്തവത്തിൽ സുൽത്താൻ്റെ ആഗ്രഹം യുദ്ധം വേണമെന്നായിരുന്നു. എന്നാൽ മന്ത്രിമാർക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അതിനാൽ അവർ പല ഒഴികഴിവുകളും സമർപ്പിച്ചു. അവസാനം അവർ പറഞ്ഞു: യുദ്ധത്തിനായി ഇതും സജ്ജമാണ്, അതും സജ്ജമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞു: ഇന്ന കാര്യത്തിൽ നമുക്ക് സംവിധാനമില്ല. അതായത് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഈ ഒരു കുറവ് പരിഹരിക്കാതെ യുദ്ധം പ്രയാസകരമാണ്. ഉദാഹരണത്തിന് യൂറോപ്യൻ ശക്തികളെല്ലാം ഇപ്പോൾ ഗ്രീസിനെ സഹായിക്കാൻ ഒന്നിച്ചിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ പക്കൽ മാർഗമില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു: മന്ത്രിമാർ തങ്ങളുടെ ഉപദേശങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന സംഗതി ഏർപ്പാട് ചെയ്തില്ലെന്ന് ബോധിപ്പിച്ചപ്പോൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് മറുപടി നൽകി: ചില കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കേണ്ടതാണല്ലോ. സുൽത്താൻ്റെ ഈ വാചകം ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം ആസ്വദിക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം തനിക്കേറെ ഇഷ്ടപ്പെട്ടെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. തൗഹീദിനുള്ള ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അചഞ്ചലമായ അഭിമാനം വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം ഹസ്രത്ത് സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് രേഖപ്പെടുത്തുന്നു. കപൂർത്തലയിലെ മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് തനിക്കെഴുതിയ കത്തിൽ പ്രകാരം വിവരിച്ചു: ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തലകറക്കത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു. തലചുറ്റലിൻ്റെ പ്രയാസം നേരിട്ടു. ഈ അസുഖം ചികിത്സിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു വൈദ്യനെക്കുറിച്ച് കേൾക്കാനിടയായി. അദ്ദേഹത്തെ ദൂരദേശത്ത് നിന്ന് യാത്രാക്കൂലി നൽകി വരുത്തി. അദ്ദേഹം ഹുസൂറിനെ പരിശോധിച്ച ശേഷം പറഞ്ഞു: 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങയെ സുഖപ്പെടുത്തും. ഇതൊരു വലിയ കാര്യമേ അല്ല. വെറും 2 ദിവസത്തിനുള്ളിൽ അങ്ങേക്ക് ആശ്വാസം നൽകാം. ഇത് കേട്ടയുടൻ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് പോയി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ തആലാനുവിന് ഒരു കുറിപ്പെഴുതി: ഈ വ്യക്തിയെ കൊണ്ട് ചികിത്സിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇയാൾ എന്താണ് ദൈവമാണെന്ന് അവകാശപ്പെടുകയാണോ? ഇദ്ദേഹത്തിന് യാത്രാക്കൂലിയും ഒപ്പം അധികമായി 25 രൂപയും നൽകി ഉടൻ മടക്കി അയക്കുക. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇപ്രകാരം തന്നെ ഹസ്രത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് റളിയല്ലാഹു ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സീറത്ത് വിവരിച്ചുകൊണ്ട് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളുമായിരുന്നു: ദൈവമഹത്വത്തിനും ദൈവിക അന്തസ്സിനും വേണ്ടി ആവേശമുള്ളവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർ അത്യന്തം ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാകുന്നു. എല്ലാവർക്കും അവരോടൊപ്പം നടക്കാൻ കഴിയില്ല. ദൈവത്തിന് വേണ്ടി ആവേശമുണ്ടാകുന്നതുവരെ
മനുഷ്യന് യാതൊരു അനുഭൂതിയും ലഭിക്കുകയില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് വ്യക്തിപരമായ ആവേശമുണ്ടാകുന്നതുവരെയും ദേഹേച്ഛകളുടെ കലർപ്പിൽ നിന്നും ലൗകിക ലാഭേച്ഛകളിൽ നിന്നും അവൻ വിമുക്തനാകുന്നതുവരെയും അവൻ്റെ യാതൊരു ആരാധനയും ദാനധർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. ഇതൊരു സുപ്രധാന കാര്യമാണ്. ദേഹേച്ഛകളിൽ നിന്നും ദുനിയാവിലെ ലാഭചിന്തകളിൽ നിന്നും ഒഴിവായില്ലെങ്കിൽ ഒരുവന്റെ ആരാധനകളും ദാനധർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതല്ല. ദൈവത്തിനു വേണ്ടി ആത്മാവേശം വെച്ച് പുലർത്തുന്നവൻ തൻ്റെ വർഗത്തിലുള്ള മറ്റുള്ളവരെക്കാൾ ഉന്നതിയിലെത്തുന്നു. അങ്ങനെയുള്ളവർ അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിന് തൗഹീദിലുള്ള പൂർണ്ണ ബോധ്യവും ദൃഢവിശ്വാസവും അത്യാവശ്യമാണ്. ഒപ്പം അള്ളാഹുവിൻ്റെ സ്നേഹം നേടുക എന്നതായിരിക്കണം പ്രാർത്ഥനയിൽ പ്രഥമ പരിഗണന നൽകേണ്ടത്. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, നഫലുകൾ നിർവഹിച്ചു, സദക്കകൾ നൽകി, എന്നിട്ടും ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പരാതി പറയുന്നവർ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിച്ച ഈ ആത്മീയ പ്രതിവിധിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തആലാഹു ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സീറത്ത് വിവരിക്കവേ ഒരിടത്ത് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: അള്ളാഹുവിനോടുള്ള ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്നേഹത്തെ അള്ളാഹു അങ്ങേയറ്റത്തെ മൂല്യബോധത്തോടെയാണ് സ്വീകരിച്ചത്. അവൻ്റെ അതിരുകളില്ലാത്ത കാരുണ്യത്തിനും സമാനതകളില്ലാത്ത അംഗീകാരത്തിനും അനുയോജ്യമായ രീതിയിൽ അങ്ങയെ അള്ളാഹു അനുഗ്രഹിച്ചു. അള്ളാഹു അങ്ങയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം അരുളി: അൻത മിന്നീ ബി മൻസലത്തി തൗഹീദി വതഫ്രീദി അൻത മിന്നീ ബി മൻസലത്തി വലദി ഇന്നി മാക യാ ഇബ്ന റസൂലില്ലാഹി. അതായത്, ഈ കാലഘട്ടത്തിൽ നീ എൻ്റെ തൗഹീദിൻ്റെ കൊടിവാഹകനാണ്. ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ തൗഹീദ് എന്ന നിധി നീ വീണ്ടും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ ഓ മുഹമ്മദ് മസീഹ്, എൻ്റെ ഏകത്വവും അതുല്യതയും എനിക്കെത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം നീയും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ക്രിസ്ത്യാനികൾ വ്യാജവും കറ്റുകെട്ടുമെന്ന നിലയിൽ തങ്ങളുടെ മസീഹിനെ ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രനാക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ സന്താനങ്ങളോടെന്ന വണ്ണം ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് എൻ്റെ അഭിമാനബോധം ആഗ്രഹിച്ചു. അതായത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർക്ക് പോലും അത്ഫാലുള്ള എന്ന ആത്മീയ പദവിയിലേക്ക് ഉയരാൻ കഴിയുമെന്ന സത്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണിത്. നീ എൻ്റെ പ്രിയദാസനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൻ്റെ സേവനത്തിൽ രാപ്പകൽ മുഴുകിയിരിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ആ പ്രിയദാസന്റെ ആത്മീയ പുത്രൻ എന്ന നിലയിൽ എൻ്റെ പരമമായ സ്നേഹത്തിൻ്റെയും ശാശ്വത സാമീപ്യത്തിൻ്റെയും കീർത്തിമുദ്ര നൽകി ഞാൻ നിന്നെ ആദരിക്കുന്നു. ഇതാണ് ഞാൻ ഇപ്പോൾ വായിച്ച ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച വെളിപാടിൻ്റെ സാരം. അവിടുത്തെ സീറത്തിൻ്റെ ഭാഗമായി തന്നെ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മറ്റെടുത്ത് ഇപ്രകാരം എഴുതുന്നു: ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്ലാമിനെ സേവിക്കുക എന്നതും തൗഹീദ് സ്ഥാപിക്കുക എന്നതുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ തൗഹീദിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്രൈസ്തവതയിൽ നിന്നായിരുന്നു. ഇന്നും ചില പ്രദേശങ്ങളിൽ ഈ അവസ്ഥ തുടരുന്നുണ്ട്. ഏകദൈവ വിശ്വാസത്തിൻ്റെ മറവിൽ അവർ അപകടകരമായ ഷിർക്ക് പഠിപ്പിക്കുകയും ഹസ്രത്ത് ഈസാ മസീഹ് അലൈഹി സ്വലാമിനെ ദൈവപുത്രനായി പ്രഖ്യാപിച്ച് അള്ളാഹുവിനോടൊപ്പം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവതയുടെ ഈ തെറ്റായ വിശ്വാസത്തിനെതിരെ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ ആവേശമുണ്ടായത്. മാത്രമല്ല, ഹദീസുകളിൽ മസീഹിൻ്റെ പ്രധാന ദൗത്യമായി വിശേഷിപ്പിക്കപ്പെട്ടത് കസ്റ സലീബ് എന്നാണ്. അതിനാൽ തന്നെ അവിടുന്ന് ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാമിൻ്റെ വഫാത്തിന് മേൽ വലിയ ഊന്നൽ നൽകുമായിരുന്നു. കാരണം ഈ ഒരൊറ്റ കാര്യം തെളിയിക്കപ്പെടുന്നതോടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അവസാനം കുറിക്കപ്പെടുന്നു. അതായത്, മസീഹിൻ്റെ വഫാത്തോടുകൂടി ദൈവത്വമോ ത്രിത്വമോ അവശേഷിക്കുന്നില്ല. പാപപരിഹാര സിദ്ധാന്തത്തിനും നിലനിൽപ്പില്ലാതാകുന്നു. മസീനാസ്രിയുടെ വഫാത്ത് എന്ന വിശ്വാസം ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ സത്യതയുടെ തെളിവിനുള്ള ആദ്യ പടിയാണെങ്കിലും ഈ വിഷയത്തിന് അവിടുന്ന് ഇത്രയധികം പ്രാധാന്യം നൽകിയത് നിലവിലുള്ള ക്രൈസ്തവ വിശ്വാസങ്ങളെ ഖണ്ഡിക്കാനാണ്. അവിടുന്ന് പലപ്പോഴും ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: നിങ്ങൾ മസീഹിനെ മരിക്കാൻ അനുവദിക്കൂ,
അതിലാണ് ഇസ്ലാമിൻ്റെ ജീവിതം ഇരിക്കുന്നത്. നമ്മുടെ മറ്റ് മുസ്ലിം സഹോദരങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കുകയും ക്രൈസ്തവക്കെതിരെയുള്ള പോരാട്ടത്തിലെങ്കിലും നമ്മോട് യോജിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാദങ്ങൾ അംഗീകരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതും രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത തെളിയിക്കപ്പെടുന്ന ഈ പോയിന്റിലെങ്കിലും അവർക്ക് യോജിക്കാവുന്നതാണ്. ക്രൈസ്തവതയുടെ അബദ്ധവിശ്വാസങ്ങളും ഈ കാലഘട്ടത്തിൽ അവ ആഗോളതലത്തിൽ വ്യാപിക്കുന്നതും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമായിരുന്നു. അവിടുന്ന് അതീവ വേദനയോടെ പ്രകാരം അരുളുന്നു: നമ്മളും ക്രൈസ്തവരും തമ്മിലുള്ള ഒരു അന്തിമ തീരുമാനം എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്തയിലാണ് ഞാൻ ഓരോ നിമിഷവും കഴിയുന്നത്. മൃതപൂജ എന്ന ഈ ഫിത്നയെ ഓർത്ത് എൻ്റെ ഹൃദയം രക്തമണിയുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയറ്റത്തെ വീർപ്പുമുട്ടലിലാണ്. വെറും ഒരു സാധാരണ മനുഷ്യനെ ദൈവമാക്കിയതിനേക്കാളും ഒരു പിടി മണ്ണിനോളം പോന്ന ഒരുവനെ റബ്ബുൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചതിനേക്കാളും വലിയ ഹൃദയവേദന മറ്റെന്തുണ്ട്? എൻ്റെ നാഥനും സർവശക്തനുമായ ദൈവം അവസാനം തൗഹീദ് തന്നെ വിജയിക്കുമെന്ന് എനിക്ക് ആശ്വാസം നൽകിയിരുന്നില്ല എങ്കിൽ ഞാൻ എന്നെ ഈ ദുഃഖത്താൽ നശിച്ചു പോകുമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളുന്നു: അള്ളാഹുവിന് ഒരു കാര്യം നന്നായി അറിയാം. സകല കാര്യങ്ങൾക്കും ഏറ്റവും വലിയ സാക്ഷി അവൻ തന്നെയാണ്. അവൻ്റെ മാർഗത്തിൽ എനിക്ക് ഏറ്റവും ആദ്യമായും ഏറ്റവും ശ്രേഷ്ഠമായും നൽകപ്പെട്ട അനുഗ്രഹം ഒരു കൽബുൽ സലീം ആയിരുന്നു. അതായത് കളങ്കമില്ലാത്ത ഹൃദയം. അതായത് സർവശക്തനായ ദൈവത്തോടല്ലാതെ മറ്റൊന്നിനോടും യഥാർത്ഥ ബന്ധമില്ലാത്ത ഒരു ഹൃദയം. ഞാൻ ഒരു കാലത്ത് യുവാവായിരുന്നു, ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും സർവശക്തനായ അള്ളാഹുവോടല്ലാതെ മറ്റൊന്നിനോടും യഥാർത്ഥമായ ആത്മബന്ധം ഞാൻ കണ്ടെത്തിയിട്ടില്ല. അള്ളാഹുവിനോടുള്ള പ്രസ്തുത സ്നേഹതീക്ഷ്ണത കാരണമായി അവൻ്റെ മഹത്വത്തിനും ഏകത്വത്തിനും വിരുദ്ധമായതോ ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനത്തിന് കാരണമാകുന്നതോ ആയ ഒരു മതത്തോടും ഞാൻ ഒരിക്കലും തൃപ്തനായിട്ടില്ല. ക്രൈസ്തവ മതം എനിക്ക് അപ്രിയമായതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. കാരണം അതിൻ്റെ ഓരോ ഘട്ടത്തിലും സർവശക്തനായ ദൈവത്തോടുള്ള അവഹേളനമാണുള്ളത്. സ്വന്തത്തെ പോലും സഹായിക്കാൻ കഴിയാത്ത അശക്തനായൊരു മനുഷ്യനെ അവർ ദൈവമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഹസ്രത്ത് മുഫ്തി ഫദ്ലുർ റഹ്മാൻ സാഹിബ് വിവരിക്കുന്നു: എൻ്റെ വീട്ടിൽ ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ 2 പെൺകുട്ടികൾ ജനിച്ചു. അള്ളാഹുവിൻ്റെ കൃപയാൽ അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ശേഷം ഒരു ആൺകുട്ടി ജനിച്ചു. പക്ഷെ അവന് കേൾക്കാനോ സംസാരിക്കാനോ കഴിയുമായിരുന്നില്ല. അവനെപ്പോഴും രോഗബാധിതനായിരുന്നു. അതിനുശേഷം രണ്ടാമതൊരു ആൺകുട്ടി ജനിച്ചു. അവൻ അതീവ ബുദ്ധിമാനും ആരോഗ്യവാനുമായിരുന്നു. അവൻ്റെ സ്വഭാവവും രൂപഭംഗിയും എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുകയും ആംഗ്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. അവൻ വളരെ ബുദ്ധിമാനായ കുട്ടിയായിരുന്നു. ആ കാരണത്താൽ അവനോട് എനിക്ക് വലിയ സ്നേഹവുമായിരുന്നു. രോഗബാധിതനായിരുന്ന ആദ്യത്തെ മകൻ 4-ാം വയസ്സിൽ മരണപ്പെട്ടു. ബുദ്ധിമാനായ രണ്ടാമത്തെ മകന് 4.5 വയസ്സായപ്പോൾ ടൈഫോയിഡ് ബാധിച്ചു. ഞാൻ ഒരുപാട് ചികിത്സകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. രോഗത്തിൻ്റെ 15-ാം ദിവസം അവന് മസ്തിഷ്ക വീക്കം പിടിപെട്ടു. ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രാർത്ഥനയ്ക്കായി ഒരു കത്തെഴുതി. എനിക്ക് പ്രിയപ്പെട്ട മകനാണ്, അവൻ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചു. അവിടുന്ന് ഇപ്രകാരം മറുപടി നൽകി: ഇൻഷാ അല്ലാഹ്, ഞാൻ പ്രാർത്ഥിക്കാം. എങ്കിലും അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണെങ്കിൽ അതിനെ തടുക്കാൻ കഴിയില്ല. ഇത് വായിച്ചപ്പോൾ കുട്ടി രക്ഷപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പായി. 4-ാം ദിവസം കുട്ടിയുടെ നില അതീവ ഗുരുതരമായി. അന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഗുർദാസ്പൂരിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. എല്ലാ യാത്രകളിലും ഞാൻ അങ്ങയുടെ കൂടെ പോകാറുള്ളതിനാൽ അന്നും യാത്രക്കായി ചെന്നു. അവിടുന്ന് വീടിന് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു: നിന്റെ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഹുസൂർ, അങ്ങ് വന്ന് നോക്കിയാലും, അടുത്താണ് വീട്. അവൻ അതീവ ഗുരുതര നിലയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. വീട്ടിലെത്തി കുട്ടിയെ കണ്ടപ്പോൾ അവിടുന്ന് അരുളി: ഇവൻ അതീവ രോഗബാധിതനാണ് എന്ന് നീ ഞങ്ങളോടൊപ്പം ഗുർദാസ്പൂരിലേക്ക് വരേണ്ടതില്ല. അവിടുന്ന് യാത്ര തിരിച്ചു. അടുത്ത ദിവസം വൈകുന്നേരം 4 മണിയോടെ മകൻ മരണപ്പെട്ടു. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ ഹുസൂർ ഗുർദാസ്പൂരിൽ നിന്ന് മടങ്ങിയെത്തി. ഞാൻ അങ്ങയെ ഹസ്തദാനം ചെയ്യാൻ ചെന്നു. എൻ്റെ കയ്യിൽ ആൺകുട്ടിയേക്കാൾ പ്രായം കുറഞ്ഞ മകളുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഹുസൂർ അരുളി:
നിന്റെ മകൻ മരിച്ചതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. എങ്കിലും അവനോടുള്ള സ്നേഹം ഷിർക്കിനോളം എത്തിയതായി എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുക എന്നത് അസാധ്യമായി എനിക്ക് തോന്നി. ഏതായാലും ഞാൻ നിന്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹു നിനക്ക് ഉത്തമമായത് പകരം നൽകും. അവൻ കേൾക്കാനും സംസാരിക്കാനും കഴിവുള്ളവനായിരിക്കും. അള്ളാഹു നൽകുന്ന കുട്ടി കേൾക്കുന്നവനും സംസാരിക്കുന്നവനുമായിരിക്കും, ആരോഗ്യവാനായിരിക്കും. അങ്ങനെ അതിനുശേഷം ഫസൽ കരീം എന്ന മകൻ ജനിച്ചു. തുടർന്ന് അബ്ദുൽ അസീസ് ജനിച്ചു. 2 ആൺകുട്ടികൾ ചാപിള്ളകളായി പാഴായിപ്പോയി. ഏതായാലും 2 ആൺകുട്ടികൾ ജീവനോടെ ജനിച്ചു. തുടർന്ന് അബ്ദുള്ള, അബ്ദുൽ കരീം, അഹമ്മദ് എന്നിങ്ങനെ ആകെ 5 ആൺമക്കൾ അവർക്ക് ജനിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരെല്ലാം ദീർഘായുസ്സുള്ളവരായി ജീവിച്ചു. ഇപ്രകാരം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികൾക്ക് എപ്പോഴും തൗഹീദിന്റെ പാഠങ്ങളാണ് നൽകിയിരുന്നത്. ഒപ്പം അവരുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവിടുത്തെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു 5 പുത്രന്മാരെ നൽകി അവരനുഗ്രഹിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളുന്നു: ഭൂമിയുടെ വിവിധ വാസകേന്ദ്രങ്ങളിൽ നിവസിക്കുന്ന സൽപ്രകൃതക്കാരായ ആളുകളെ, അവർ യൂറോപ്പിലാകട്ടെ ഏഷ്യയിലാകട്ടെ, തൗഹീദിലേക്ക് അടുപ്പിക്കാനും തൻ്റെ ദാസന്മാരെ ഒരേയൊരു ദീനിന് കീഴിൽ ഒരുമിച്ച് കൂട്ടാനും അള്ളാഹു ആഗ്രഹിക്കുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ നിങ്ങൾ ഈ ലക്ഷ്യത്തെ പിന്തുടരുക. എന്നാൽ അത് സൗമ്യതയിലൂടെയും സൽസ്വഭാവത്തിലൂടെയും പ്രാർത്ഥനകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുമായിരിക്കണം. അവിടുന്ന് വീണ്ടും അരുളുന്നു: അള്ളാഹുവിൻ്റെ ഏകത്വവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സും ലോകത്ത് സ്ഥാപിക്കപ്പെടുക എന്നതിലാണ് എൻ്റെ സകല സന്തോഷവും കുടികൊള്ളുന്നത്. എൻ്റെ നിയോഗത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും ഇതുതന്നെ. ഹസ്രത്ത് പീർ ഇഫ്തിഖാർ അഹമ്മദ് സാഹിബ് അവിടുത്തെ സീറത്ത് വിവരിച്ചുകൊണ്ട് പറയുന്നു: ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പീരാൻ ദത്ത എന്നു പേരായ ഒരു ഖാദിം, ഒരു സേവകനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ആ പേരിൽ തന്നെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പീരി ദത്ത എന്ന് വിളിക്കുമായിരുന്നു. പീരാൻ ദത്ത എന്നല്ല, മറിച്ച് പീരി ദത്ത എന്ന്. അതായത് എൻ്റെ പീർ അള്ളാഹു നൽകിയതാണ് എന്നർത്ഥം. ഇതാണ് ആ തൗഹീദ്. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു അവിടുത്തോട് അരുളിയത്: ഖുസു അത്തൗഹീദ അത്തൗഹീദ യാ അബ്നാ അൽ ഫാരിസ്. ഓ പേർഷ്യൻ പുത്രന്മാരെ, നിങ്ങൾ തൗഹീദിനെ മുറുകെ പിടിക്കുക, തൗഹീദിനെ മുറുകെ പിടിക്കുക. ഈ വെളിപാട് സ്വന്തം നിലനിൽപ്പിനും ആത്മീയ പുരോഗതിക്കും വേണ്ടി അവിടുത്തെ പരമ്പരയും അവിടുത്തെ ഓരോ അനുയായിയും അവിടുത്തെ ബയ്യത്തിൽ വന്ന ഓരോ വ്യക്തിയും കൺമുന്നിൽ വെക്കേണ്ടതുണ്ട്. അവിടുത്തെ ബയ്യത്തിൽ വരുന്നതിലൂടെ എല്ലാവരും അവിടുത്തെ നാമത്തിലും സന്തതി പരമ്പരയിലും ഉൾപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ തൗഹീദിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ദീനിലും ദുനിയാവിലും നിങ്ങൾക്ക് അന്തസ്സ് ലഭിക്കും. അല്ലാത്ത പക്ഷം രക്തബന്ധമോ ബയ്യത്ത് ചെയ്തതോ കൊണ്ട് മാത്രം യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു: ആദ്യമായി ഞാനും ഹക്കീം അബ്ദുൽ അസീസ് സാഹിബും ഹക്കീം അത്താ മുഹമ്മദ് സാഹിബും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിൽ ഹാജരായപ്പോൾ അവിടുന്ന് ഗുരുദാസ്പൂരിലായിരുന്നു. അവിടുന്ന് മുറിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ 3 പേരും വാതിലിന് സമീപം നിൽക്കുകയായിരുന്നു. ഞാനും ഹക്കീം അബ്ദുൽ ഹസീസ് സാഹിബും അവിടത്തേക്ക് സലാം ചൊല്ലി ഹസ്തദാനം ചെയ്തു. എന്നാൽ ഭായ് അത്താ മുഹമ്മദ് സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാദങ്ങളിൽ വീണു. ഉടൻ തന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി: ഈ കാലഘട്ടത്തിൽ ഇത്തരം ശിർക്കുകളെ തുടച്ചു നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ നിയോഗിച്ചിട്ടുള്ളത്. പാദങ്ങൾ ചുംബിക്കുന്നത് ശിർക്കാണ്. തുടർന്ന് അവിടുന്ന് അദ്ദേഹത്തെയും ഹസ്തദാനം ചെയ്തു. ഇപ്രകാരം തന്നെ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു: ഖാസി മുഹമ്മദ് യൂസുഫ് സാഹിബ് പെഷാവരി കത്തിലൂടെ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായി കാദിയാനിൽ പോയപ്പോൾ ഒരാൾ തൻ്റെ മകനെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിൽ പരിചയപ്പെടുത്തി. ആ കുട്ടി ഹസ്തദാനം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ ബഹുമാന സൂചകമായി അവിടുത്തെ പാദങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടുന്ന് തൻ്റെ കൈകൾ കൊണ്ട് അവനെ തടഞ്ഞു. അവിടുത്തെ മുഖം ആവേശത്താൽ ചുവക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അത്യധികം ഗൗരവത്തോടെ അരുളി: പ്രവാചകന്മാർ ലോകത്തേക്ക് വരുന്നത് ശിർക്കില്ലാതാക്കാനാണ്. ഞങ്ങളുടെ ദൗത്യവും ഷിർക്ക് തുടച്ചു നീക്കലാണ്, അല്ലാതെ ഷിർക്ക് സ്ഥാപിക്കലല്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളുന്നു: ആരെങ്കിലും എൻ്റെ ചിത്രമെടുക്കുന്നതിനെ ഞാൻ കഠിനമായി എതിർക്കുന്നു. ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇവിടെ വ്യക്തമാക്കുകയാണ്. പലരും തെറ്റായ രീതിയിൽ
സ്വന്തം ചിത്രങ്ങളോ മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ചിത്രങ്ങളോ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വിവരിക്കുന്നത്. അവിടുന്ന് അരുളുന്നു, ആരെങ്കിലും എൻ്റെ ചിത്രം എടുക്കുന്നതിനോ വിഗ്രഹാരാധകരെ പോലെ അത് കൈവശം വെക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ ഞാൻ കഠിനമായി എതിർക്കുന്നു. ആരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. എന്നേക്കാൾ വലിയൊരു ശത്രു വിഗ്രഹാരാധനയ്ക്കോ ചിത്രാരാധനയ്ക്കോ ഉണ്ടാവില്ല. എങ്കിലും ഇന്ന് യൂറോപ്പിലുള്ളവർ ഒരാളുടെ രചനകൾ വായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ആ വ്യക്തിയുടെ ചിത്രം കാണാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് ഞാൻ കണ്ടു. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഖലക്ഷണ ശാസ്ത്രത്തിന് വലിയ പുരോഗതിയുണ്ട്. ചിത്രം നോക്കി മാത്രം ഒരാൾ സത്യവാനാണോ അതോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ അവരിൽ ഭൂരിഭാഗം പേർക്കും സാധിക്കുന്നു. ആയിരക്കണക്കിന് നാഴികകൾ അകലെയായതിനാൽ അവർക്ക് നേരിട്ട് വന്ന് എൻ്റെ മുഖം കാണാൻ സാധിക്കില്ല. അതിനാൽ ആ നാട്ടിലെ വിജ്ഞാനികൾ ചിത്രത്തിലൂടെ എൻ്റെ ആന്തരികാവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും എനിക്ക് കത്തുകൾ അയച്ച പലരും അതിലെപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയുടെ ചിത്രം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. മുഖലക്ഷണ ശാസ്ത്രത്തിലൂടെ ഞങ്ങൾക്കിത് സമ്മതിക്കേണ്ടി വന്നു. ഈ ചിത്രത്തിനുടമയായ വ്യക്തി ഒരിക്കലും ഒരു വ്യാജനാവാൻ സാധിക്കില്ല എന്ന്. അമേരിക്കയിലുള്ളൊരു സ്ത്രീ എൻ്റെ ചിത്രം കണ്ടിട്ട് പ്രകാരം എഴുതി, ഇത് യേശുവിൻ്റെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ചിത്രമാണ്. അതിനാൽ ഈ ലക്ഷ്യത്തിനു വേണ്ടിയും ഈ പരിധിവരെയും ഈ മാർഗം തുടരുന്നതിൽ പ്രായോഗിക രീതി എന്ന നിലയിൽ ഞാൻ നിശബ്ദത പാലിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചിത്രമെടുക്കാൻ അനുവാദം നൽകിയത്. അല്ലാതെ അത് ശിർക്കിന് കാരണമാവുകയാണെങ്കിൽ അത് പാടെ നിഷിദ്ധമാണ്. അവിടുന്ന് അരുളി, ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ ഉദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചിത്രങ്ങൾ പൂർണ്ണമായും ഹറാമാണെന്ന അഭിപ്രായം എനിക്കില്ല. ചിത്രമെടുക്കുന്നത് ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുള്ള കാര്യമാണ്. ജിന്നുകളുടെ ഒരു വിഭാഗം ഹസ്രത്ത് സുലൈമാനു വേണ്ടി ചിത്രങ്ങൾ നിർമ്മിക്കാറുണ്ടായിരുന്നു. ബനു ഇസ്രായേൽക്കാരുടെ പക്കൽ ദീർഘകാലം പ്രവാചകന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രവും ഉൾപ്പെട്ടിരുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചിത്രം ഒരു പട്ടുതുണിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെള്ളത്തിനടിയിലുള്ള ചില കല്ലുകളിൽ ജീവികളുടെ ചിത്രങ്ങൾ സ്വാഭാവികമായി തന്നെ പതിയാറുണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ മലനിരകളിൽ അത്തരത്തിൽ ചിത്രങ്ങൾ പതിഞ്ഞു പോകാറുണ്ട്. ഇന്ന് ചിത്രമെടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണം, അതായത് ക്യാമറ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ചില രോഗങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണമാണിത്. കേവലം ചിത്രങ്ങൾ എടുക്കുക എന്നതിലുപരി രോഗനിർണയത്തിന് ഇത് സഹായിക്കുമെന്ന് അവിടുന്ന് അരുളി. ഇന്നത്തെ കാലത്ത് ഈ സംവിധാനം ഇനിയും വരെ മുന്നോട്ട് പോയിരിക്കുന്നു. അവിടുന്ന് അരുളി, മനുഷ്യന്റെ സകല അസ്ഥികളുടെയും ചിത്രമെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു ഉപകരണവും ഇന്ന് നിലവിലുണ്ട്. സന്ധിവാതം, വ്യാധികൾ തുടങ്ങിയ രോഗങ്ങൾ നിർണയിക്കുന്നതിനായി ഈ ഉപകരണം വഴി ചിത്രങ്ങൾ എടുക്കുകയും രോഗത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇന്ന് സ്കാനിങ്, MRI തുടങ്ങിയ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങൾ നിലവിലുണ്ട്. ആ കാലഘട്ടത്തിൽ ലഭ്യമായിരുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചത് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണെന്നാണ്. അതിനാൽ ഇതിൻ്റെ മുന്നിൽ പോവുകയേ ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റാണ്. ലക്ഷ്യം നല്ലതായിരിക്കണം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ നിയത്തുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഷിർക്ക് ഉണ്ടാവാത്തിടത്തോളം അത് ശരിയാണ്. അവിടുന്ന് അരുളി, ഫോട്ടോകൾ വഴി ശാസ്ത്രീയമായ ഒട്ടേറെ പ്രയോജനങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ചില ഇംഗ്ലീഷുകാർ ഫോട്ടോകൾ വഴി ലോകത്തെ സകല ജീവജാലങ്ങളുടെയും വിവിധതരം വെട്ടുകിളികളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ തങ്ങളുടെ പുസ്തകങ്ങളിൽ അച്ചടിച്ചിട്ടുണ്ട്. ഇന്ന് നാഷണൽ ജിയോഗ്രഫിക് പോലുള്ള ചാനലുകൾ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ജീവജാലങ്ങളെക്കുറിച്ച് വലിയ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും ഇതിലൂടെ അറിവ് വർദ്ധിക്കുന്നു എന്ന് അവിടുന്ന് വ്യക്തമാക്കി. അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം മാരകമായ രോഗങ്ങൾ നിർണയിക്കാനും വിജ്ഞാനികൾക്ക് സന്മാർഗം കണ്ടെത്താനും സഹായിക്കുന്ന ഒരു ഉപകരണത്തെ എങ്ങനെ ഹറാമാക്കും? ഇതെല്ലാം പടർന്നു പിടിച്ച അജ്ഞതയാണ്. ഫോട്ടോ ഹറാമാണെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ നീയത്ത് ശുദ്ധമായിരിക്കണം. അവിടുന്ന് അരുളി, നമ്മുടെ നാട്ടിലെ മൗലവിമാർ നാണയങ്ങളിലും രൂപകളിലുമുള്ള ചിത്രങ്ങളുടെ പേരിൽ അവ എന്തുകൊണ്ട് കീശയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തെറിയുന്നില്ല? അത്രമേൽ കടുംപിടുത്തം കാണിക്കുന്ന ഈ മൗലവിമാർ
രാജാക്കന്മാരുടെ ചിത്രമുള്ള നാണയങ്ങളും നോട്ടുകളും എന്തുകൊണ്ട് പുറത്തെറിഞ്ഞു കളയുന്നില്ല? എന്തുകൊണ്ട് അവർ അവ കൈവശം വെക്കുന്നു? കഷ്ടം! ഇത്തരത്തിൽ യുക്തിരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഇസ്ലാമിനെ പരിഹസിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകുകയാണ്. അനാവശ്യമായ കാര്യങ്ങളെയും ഷിർക്കിന് വഴി തുറക്കുന്ന പ്രവൃത്തികളെയുമാണ് ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ മനുഷ്യന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതോ രോഗനിർണയത്തിന് സഹായിക്കുന്നതോ സന്മാർഗത്തിലേക്ക് അടുപ്പിക്കുന്നതോ ആയ കാര്യങ്ങളെയല്ല. എങ്കിലും അത്യന്താപേക്ഷിതമായൊരു സാഹചര്യമില്ലാതെ എൻ്റെ ജമാഅത്തിലെ ആളുകൾ എൻ്റെ ഫോട്ടോകൾ സാധാരണ നിലയിൽ പ്രചരിപ്പിക്കുന്നത് ഒരു തൊഴിലോ വരുമാന മാർഗമോ ആക്കി മാറ്റുന്നത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നല്ല ഉദ്ദേശമാകാം, പക്ഷേ ഇതൊരു കച്ചവടമാക്കരുത്. കാരണം ഇത്തരത്തിലാണ് പതുക്കെ പതുക്കെ ബിദഅത്തുകൾ ഉണ്ടാവുകയും അത് ഷിർക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. അതിനാൽ സാധ്യമാകുന്നിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ എൻ്റെ ജമാഅത്തിനെ ഉപദേശിക്കുന്നു. ചിലരുടെ വിസിറ്റിംഗ് കാർഡുകളുടെ പിന്നിൽ അവരുടെ തന്നെ ഫോട്ടോ ഞാൻ കണ്ടു. ഇത്തരത്തിലുള്ള പ്രചാരണത്തെ ഞാൻ കഠിനമായി എതിർക്കുന്നു. എൻ്റെ ജമാഅത്തിലെ ആരും അത്തരം പ്രവൃത്തി ചെയ്യരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ശരിയായ പ്രയോജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഹിന്ദുക്കളെപ്പോലെ തങ്ങളുടെ മഹാന്മാരുടെ ചിത്രങ്ങൾ ചുവരുകളിലും മറ്റും തൂക്കിയിടുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇത്തരം അനാവശ്യ പ്രവർത്തികൾ കാലക്രമേണ ഷിർക്കിലേക്ക് നയിക്കുന്നതായാണ് കാണപ്പെടുന്നത്. അതിലൂടെ ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്നു. ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും സംഭവിച്ചത് അതാണ്. എൻ്റെ ഉപദേശങ്ങളെ ആദരവോടെ കാണുന്നവരും എൻ്റെ യഥാർത്ഥ അനുയായികളും ഈ കൽപ്പനയ്ക്ക് ശേഷം ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം അയാൾ എൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനും ശരീഅത്തിൻ്റെ പാതയിൽ ധിക്കാരം കാണിക്കുന്നവനുമാണ്. അതുകൊണ്ട് നാം ഫോട്ടോകൾ ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അതീവ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യം യാതൊരു കാരണവശാലും ഷിർക്കിലേക്ക് നയിക്കുന്നതാകരുത്. ചിത്രങ്ങളെ സലാം ചെയ്യുക, അവയ്ക്ക് മുന്നിൽ തലകുനിക്കുക തുടങ്ങിയവയെല്ലാം ഷിർക്കൻ ചിന്താഗതികളാണ്. ഇന്ന് ഹൈന്ദവാചാരങ്ങളിൽ കണ്ടുവരുന്നത് പോലെ മരണപ്പെട്ടവരുടെ പഴയ ചിത്രങ്ങൾ വെക്കുകയും അതിൽ പൂമാലകൾ അണിയിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിലും ചിലയിടങ്ങളിൽ ചില ആചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. കുടുംബത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ മരണപ്പെട്ടു പോയ കാരണവന്മാരുടെ വലിയ ഫ്രെയിം ചെയ്ത ചിത്രം കൂടെ വെക്കുന്നു. മരണപ്പെട്ട നമ്മുടെ ആ വലിയ മനുഷ്യരും നമ്മോടൊപ്പം ഫോട്ടോയിലുണ്ട് എന്ന ചിന്താഗതിയാണ് ഇതിന് പിന്നിൽ. ഇതൊക്കെ ഷിർക്കാണെന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളിയിരിക്കുന്നു. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളും ബിദഅത്തുകളുമാണ്. ഇവയിൽ നിന്നും നാം വിട്ടുനിൽക്കണം. ചില വിവാഹ ഫോട്ടോകളിലും ഇത്തരത്തിൽ ചെയ്യുന്നതായി എനിക്ക് റിപ്പോർട്ടുകൾ ലഭിക്കാറുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ഓർമ്മയ്ക്കായി സ്വന്തം ആൽബങ്ങളിൽ സൂക്ഷിക്കാനോ വേണ്ടി ചിത്രമെടുക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ അതിനെ ഒരു ബിദഅത്താക്കി മാറ്റുകയും ആ ചിത്രങ്ങൾ തൂക്കിയിട്ട ശേഷം രാവിലെ എഴുന്നേറ്റ് അവയെ നോക്കി സലാം പറയുകയും ചെയ്യുന്നത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തെറ്റായ കാര്യമാണ്. ഹസ്രത്ത് സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, അമേരിക്കയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ചിലർ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുടെ ചിത്രം കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ പ്രത്യേക ആവശ്യത്തിനായാണ് ഹുസൂറിൻ്റെ ഫോട്ടോ എടുക്കപ്പെട്ടത്. അക്കാലത്ത് അവിടെ അബ്ദുൽ മൊഹി എന്ന പേരിൽ ഒരു അറബി താമസിച്ചിരുന്നു. അദ്ദേഹം ഹുസൂറിൻ്റെ ചിത്രം പതിപ്പിച്ച ധാരാളം പോസ്റ്റ് കാർഡുകൾ അച്ചടിക്കുകയും അവ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഹുസൂറിൻ്റെ ചിത്രം ഇപ്രകാരം പോസ്റ്റ് കാർഡുകളിൽ പ്രസിദ്ധീകരിച്ച വിവരമറിഞ്ഞപ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അത്യധികം പ്രകോപിതനായി. അവിടുന്ന് അരുളി, നാം ഒരു മതപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് ഫോട്ടോ എടുക്കാൻ അനുവാദം നൽകിയത്. എന്നാൽ നമ്മുടെ ചിത്രം ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്നത് നാം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് ഷിർക്കിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയാണ്. തുടർന്ന് ആ കാർഡുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഹസ്രത്ത് മൗലാന ഗുലാം റസൂൽ സാബ് രാജകി വിവരിക്കുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്ത് ചെയ്ത ശേഷം അവിടത്തേക്കൊരു കത്തെഴുതി. ഞാൻ പതിവായി ചെയ്യാറുള്ള ചില വസീഫകളെക്കുറിച്ച് അതിൽ സൂചിപ്പിച്ചു. ഒപ്പം ഇപ്രകാരവും അപേക്ഷിച്ചു, ഇവിടെ പീർമാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ അനുയായികൾ അവരെ മനസ്സിൽ സങ്കല്പിച്ചു വെക്കാറുണ്ട്. സാധാരണ പീർമാരെ അവരുടെ അനുയായികൾക്ക് മനസ്സിൽ സങ്കല്പനം ചെയ്യാമെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മസീഹും മഹദിയുമായ ലോകഗുരുവുമായ അങ്ങയെ ഞാൻ എന്തുകൊണ്ട് ഹൃദയത്തിൽ ധ്യാനിച്ചൂടാ? അതായത് അങ്ങയുടെ രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിത്യവും ലക്ഷ്യസാക്ഷാത്കാരത്തിനായി എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ആ പീർമാരുടെ ധ്യാനത്തെക്കാൾ എത്രയോ അനുഗ്രഹീതവും
ഉപകാരപ്രദവുമായിരിക്കുമല്ലോ അങ്ങയെ മനസ്സിൽ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് വാഗ്ദത്ത മസിയാണല്ലോ. മറ്റ് പീർ ഫക്കീർമാരുടെ കാര്യം അനുവദനീയമാണോ എന്നറിയില്ല. അങ്ങയുടെ രൂപം എന്തുകൊണ്ട് എനിക്ക് മനസ്സിൽ സങ്കല്പിച്ചുകൂടാ? രാജകി സാഹിബ് പറയുന്നു, ഞാൻ വാഗ്ദത്ത മസീന്റെ സന്നിധിയിൽ ഇക്കാര്യം എഴുതിയപ്പോൾ പ്രസ്തുത കത്തിന് മറുപടിയായി ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് തആലാൻഹു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കത്ത് എനിക്ക് ലഭിച്ചു. അതിലിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സൃഷ്ടികളെ പ്രകാരം ധ്യാനിക്കുന്നത് ഷിർക്കല്ലാതെ മറ്റൊരു ഫലവും നൽകില്ല. അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹുവിൻ്റെ നാമം തന്നെ മതിയായതാണ്. ഒപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ മുദ്രയുള്ള സ്വലാത്ത് വേണം പാരായണം ചെയ്യാൻ. ആ കത്ത് ലഭിച്ച ശേഷം നിമിഷം തന്നെ ഞാൻ ആ ധ്യാനമുറ ഉപേക്ഷിച്ചു. അതുവരെ ചെയ്തിരുന്ന എല്ലാ വസീഫകളും അപ്പോൾ തന്നെ നിർത്തിവെക്കുകയും ചെയ്തു. ഹസ്രത്ത് മാസ്റ്റർ സയ്യിദ് നസീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഖാദിയാനിലെ മുഹാജിറായിരുന്ന പരേതനായ സയ്യിദ് ഫസൽ ഷാ സാഹിബ് എന്നോട് പറഞ്ഞു, ഒരിക്കലൊരു സുഹൃത്ത് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആൽക്കമി അഥവാ അല്പം ചെലവിൽ സ്വർണമുണ്ടാക്കുന്ന വിദ്യയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഹുസൂർ അലൈഹി സ്വലാം മരുളി, ആൽക്കമി നടത്തുന്നവർ ഉപജീവനത്തിനായി ഇപ്രകാരം അലിഞ്ഞു തിരിയുകയാണ്. എന്നാൽ അള്ളാഹു ഉപജീവനത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ശരിയായ മാർഗങ്ങൾ അവർ ഉപയോഗിക്കുന്നില്ല. അത്തരം ആളുകൾക്ക് തവക്കുലിൻ്റെ പദവി ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ശരിയായതും അനുവദനീയവുമായ മാർഗങ്ങൾ ഉപേക്ഷിച്ച് അവർ സ്വന്തമായി ഒരു വഴി കണ്ടെത്തുന്നത്. അള്ളാഹു ഇപ്രകാരം അരുളുന്നുവെന്ന് അവർ അറിയുന്നില്ലേ? ഫിസ്സമായി റിസുക്കും വമാത്തുഅദൂൻ. ഇത്തരം ഭാഗ്യദോഷികളെ നാം ഏറ്റവും വലിയ മുശ്രിക്കുകളായിട്ടാണ് കണക്കാക്കുന്നത്. അള്ളാഹു തൻ്റെ പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾക്ക് യഥാർത്ഥമായ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് ഉപജീവനം നൽകുന്നു. എന്നാൽ അള്ളാഹുവിലേക്ക് തിരിയുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന ഈ വിദ്യ അവനെ യഥാർത്ഥ ആൽക്കെമിസ്റ്റാക്കി മാറ്റുന്നു. അള്ളാഹു തന്നെ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു നൽകുന്നു. അള്ളാഹു അരുളുന്നു, വമയത്തക്കില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നോക്കൂ, ഒരു മുത്തക്കിക്ക് ലോകത്തിലെ സകല അനുഗ്രഹങ്ങളും നൽകപ്പെടുമ്പോൾ അവൻ പിന്നെ ആരെ ആശ്രയിക്കണം? തഖ്വ സ്വീകരിക്കുന്നവർക്കായി അള്ളാഹു അവർ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഉപജീവന മാർഗങ്ങൾ ഒരുക്കുന്നു. പറയുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നൽകപ്പെടുമ്പോൾ പിന്നെ മുത്തയ്ക്ക് ആരെ ആശ്രയിക്കാനാണ്? ഒരു ആൽക്കെമിസ്റ്റ് തൻ്റെ രാസവിദ്യയ്ക്ക് വേണ്ടി പാഴാക്കുന്ന സമയം തങ്ങളുടെ സൃഷ്ടാവിന് വേണ്ടി സമയം നീക്കിവെച്ചിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ അവർ തഖ്വയിൽ ഉറച്ചു നിൽക്കണമെന്ന് മാത്രം. സൽപ്രകൃതക്കാരായ മനുഷ്യരിൽ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗഹീദ് പ്രഭാഷണങ്ങളും അവിടുത്തെ പ്രായോഗിക മാതൃകകളും എപ്രകാരം സ്വാധീനം ചെലുത്തി എന്നതിനെക്കുറിച്ച് ഒരു മഹാത്മാവിൻ്റെ അനുഭവം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നുണ്ട്. കാശ്മീരിലെ ബാരാമുല്ലയിലുള്ള റേഞ്ച് ഓഫീസർ മീർ അബ്ദുറഹ്മാൻ സാഹിബ് ഇപ്രകാരം രേഖപ്പെടുത്തി, എൻ്റെ പിതാവ് ആദ്യം ഹനഫി മസ്ഹബ് പിന്തുടരുന്ന ആളായിരുന്നു. പിന്നീട് അദ്ദേഹം അഹ്ലെ ഹദീസായി മാറി. അക്കാലത്ത് അദ്ദേഹം തൻ്റെ സുഹൃത്തായ മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബിനോട് പറയുമായിരുന്നു, നമ്മളിപ്പോൾ വലിയ ഏകദൈവ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഭാവിയിൽ നമ്മളെപ്പോലും മുശ്രിക്കുകളായി കാണുന്ന മറ്റൊരു ജമാഅത്ത് ഉയർന്നു വന്നേക്കാം. എൻ്റെ പിതാവ് പറയുമായിരുന്നു, അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കാരണം അന്ന് ഞങ്ങൾ ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണെന്നും പക്ഷികളെ സൃഷ്ടിക്കുന്നവനാണെന്നുമാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ കവിതാശകലം കേട്ട നിമിഷം എൻ്റെ കണ്ണ് തുറക്കുകയുണ്ടായി. ഹേ വഹി അക്സർ പരിന്തോं का खुदा उस खुदादानी पे तेरे मरहबा मौलवी साहब यही तौहीद है सच कहो किस देव की तकलीद है. ഈ കവിത കേട്ടതോടെ എനിക്ക് ബോധോദയമുണ്ടായി. ഞാൻ എൻ്റെ 2 മക്കളെയും ശ്രീനഗറിൽ അവിടെ അമ്മാവൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ഉടൻ തന്നെ ഖാദിയാനിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവിടെ എത്തി ഞാൻ ബയ്യത്ത് ചെയ്തു. ആ കവിതയിലെ വരികൾ മാത്രമാണ് എന്നെ തബ്ലീഗ് ചെയ്തത്. ഹസ്രത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജഗി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഏകദേശം 1901 കാര്യമാണ്.
ഒരിക്കൽ ഞാൻ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തി. അവിടുന്ന് എപ്രകാരം അരുളി, ചില ആളുകൾ ഒരാൾ ഉപകാരം ചെയ്താൽ ഉടൻ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിനു മുമ്പ് ജസാക്കല്ലാ എന്ന് പറയുന്നു. എന്നാൽ ആത്മീയ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ ഈ പ്രവൃത്തിയിൽ പോലും ഷിർക്കിൻ്റെ ലാഞ്ചനയുണ്ടെന്ന് കാണാം. കാരണം ഉപകാരം ചെയ്യുന്ന വ്യക്തിയുടെ അസ്തിത്വവും അവൻ എന്തിലൂടെയാണോ ഉപകാരിയായി മാറിയത് ആ വസ്തുവും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. അതിനാൽ ഒരു ഉപകാരം ലഭിക്കുന്ന വ്യക്തി ജസാക്കല്ലാ പറയുന്നതിനു മുമ്പ് ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും വേണം. ഉപകാരത്തിന് അൽഹംദുലില്ലാ ചൊല്ലണം. കാരണം ആത്മീയ യാഥാർത്ഥ്യമനുസരിച്ച് എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവിനോടാണ് നാം ആദ്യം നന്ദി പറയേണ്ടത്. അതിനുശേഷം ഉപകാരം ചെയ്ത വ്യക്തിയോട് ജസാക്കല്ലാ എന്നും പറയാം. ഹസ്രത്ത് ഭായ് അബ്ദുറഹ്മാൻ സാഹിബ് കാദിയാനി അത് മസീമുദ് സ്വലാത്തു വസ്സലാമിൻ്റെ അവസാനത്തെ ലാഹോർ യാത്രയെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. നേരം പുലർന്നപ്പോൾ സംഘാടകർ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രമുഖരും മാന്യന്മാരുമായ അതിഥികളുടെ വാഹനങ്ങൾ എത്തിത്തുടങ്ങി. അന്ന് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിക്കേണ്ടതായിരുന്നു. എന്നാൽ അവിടുത്തെ ആരോഗ്യം അത്യന്തം മോശമായി തുടരുകയായിരുന്നു. ശാരീരികമായ തളർച്ചയും ബലഹീനതയും അത്രമേൽ കൂടുതലായതിനാൽ ആ അവസ്ഥയിൽ അവിടത്തേക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ആർക്കും ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അതിനാൽ എത്തുന്ന അതിഥികൾക്കായി ആത്മീയ വിരുന്നൊരുക്കാൻ അതായത് പ്രസംഗിക്കാൻ മൗലവി നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിനോട് ഹുസൂർ നിർദ്ദേശിച്ചു. നിശ്ചിത സമയത്ത് ഹസ്രത്ത് മൗലവി സാഹിബ് പ്രസംഗം ആരംഭിച്ചു. എന്നാൽ അല്പസമയത്തിന് ശേഷം അവിടുന്ന് നേരിട്ട് ഞങ്ങളുടെ മുമ്പാകെ വന്നു. അതായത് ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം നേരിട്ട് അവിടേക്ക് എഴുന്നള്ളി. ഹസ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് ഉടൻ തൻ്റെ പ്രസംഗം നിർത്തി. ശാരീരിക തളർച്ച കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന അവിടുന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏകദേശം 3 മണിക്കൂർ നേരം അത്യന്തം ഊർജ്ജസ്വലവും ആത്മീയ ജ്ഞാനത്താൽ നിർഭരവുമായ ഒരു പ്രസംഗം നടത്തി. അവിടുത്തെ അനുയായികൾ മാത്രമല്ല മറ്റുള്ളവർ പോലും അത്ഭുത സ്തബ്ധരായിപ്പോയി. എല്ലാവരും അത്രമേൽ നിശബ്ദരായി ലയിച്ചിരുന്നു, അത് കേട്ടുകൊണ്ടിരുന്നു. ആത്മീയ ഭക്ഷണത്തിൻ്റെ ആസ്വാദ്യത കാരണം അവർക്ക് ഭൗതിക ഭക്ഷണം പോലും വേണ്ടെന്നായി. ഹുസൂറിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒഴുക്ക് കാരണം അത് കുറിച്ചെടുക്കുക പോലും പ്രയാസകരമായി. പ്രസംഗത്തിൻ്റെ ശക്തിയും ഗാംഭീര്യവും കാരണം ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ആരുടെയും ശ്വാസചലനം പോലും അനുഭവപ്പെടാത്ത അത്ര നിശബ്ദമായിരുന്നു. അവിടുന്ന് അത്ര വലിയ ആവേശത്തോടെയാണ് സംസാരിച്ചിരുന്നത്. പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ അവിടുന്ന് സദസ്യർക്ക് നേരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മേശ അവിടുത്തെ പിന്നിലായിരുന്നു. അവിടുന്ന് മേശയ്ക്ക് മുന്നിൽ നിന്നാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രസംഗത്തിൻ്റെ ഒഴുക്കിൽ അവിടുന്ന് പലപ്പോഴും മേശയിൽ നിന്ന് ഏതാനും ചുവടുകൾ മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതായത് അവിടെ വെച്ചിരുന്ന മേശയ്ക്ക് പിന്നിലായിരുന്നില്ല, മുന്നിലായിരുന്നു ഹുസൂർ പ്രഭാഷണം നടത്തിയിരുന്നത്. എന്നല്ല, അല്പം മുന്നോട്ട് നീങ്ങിയാണ് നിന്നിരുന്നത്. അതിനാൽ പ്രഭാഷണത്തിനിടയിൽ ആവേശത്താൽ 1-2 ചുവടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ഷാ സാഹിബിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഹുസൂർ ഈ പ്രസംഗം നടത്തിയത്. അവിടുത്തെ വഫാത്തിന് ഏകദേശം 10 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്. ഈ പ്രസംഗം തക്മീലെ തബ്ലീഗ്, അത്മാമെ ഹുജ്ജത്ത് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഖാജ കമാലുദ്ദീൻ സാഹിബിൻ്റെ വീടിൻ്റെ മുകൾ നിലയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞനുമായി അവിടുന്ന് സംഭാഷണം നടത്തിയിരുന്നു. ഇതൊരു വലിയ പ്രബോധന യാത്രയായിരുന്നു. ഈ പ്രസംഗങ്ങൾക്ക് പുറമെ പല ചെറുതും വലുതുമായ പ്രഭാഷണങ്ങൾ അവിടുന്ന് ലാഹോറിൽ വെച്ച് നൽകിയിരുന്നു. അദ്ദേഹം വീണ്ടും എഴുതുന്നു, ഇതേ കാലയളവിൽ പൈഗാമെ സുല എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ ഹുസൂർ മുഴുകിയിരിക്കെ ഒരു സംഘം ഹിന്ദു സ്ത്രീകൾ അവിടുത്തെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ഷാ സാഹിബിൻ്റെ വസതിയിലെത്തി. ഹുസൂർ അത്യന്തം തിരക്കിലായിരുന്നതിനാൽ അവരെ വേഗത്തിൽ മടക്കി അയക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവർ നിർബന്ധം പിടിക്കുകയും ഏതെങ്കിലും ഉപദേശം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തൻ്റെ കഠിനമായ തിരക്കിനിടയിലും അവിടുന്ന് അവരുടെ അപേക്ഷ സ്വീകരിക്കുകയും അവർക്ക് തൗഹീദിൻ്റെ സന്ദേശം നൽകുകയും വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിക്കാനും അവിടുന്ന് അവരോട് നിർദ്ദേശിച്ചു. ഹുസൂറിൻ്റെ വഫാത്തിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. വാസ്തവത്തിൽ ആ സ്ത്രീകൾക്ക് കൂടുതൽ സമയം അവിടെ ഇരിക്കാനും ഹുസൂറിൽ നിന്ന് കൂടുതൽ കേൾക്കാനും ആഗ്രഹമുണ്ടായിരുന്നു.
എങ്കിലും അവിടുത്തെ തിരക്ക് പരിഗണിച്ച് അവർക്ക് മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് മടങ്ങേണ്ടി വന്നു. ഇപ്രകാരം തന്നെ ഹുസൂറിന് ഒരു പ്രഭാഷണം അതിലെ ചില വാചകങ്ങൾ കാരണമായും അവിടുത്തെ അവസാനത്തെ പ്രസംഗമായതിനാലും യുവാക്കൾക്കിടയിൽ പ്രശസ്തമായ ഒന്നാണ്. അതിലൊരു സന്ദേശം ഇതാണ്: ഈസാ മസീഹിനെ മരിക്കാൻ അനുവദിക്കൂ, അതിലാണ് ഇസ്ലാമിൻ്റെ ജീവിതം ഇരിക്കുന്നത്. മുഹമ്മദിയ മസീഹിനെ വരാൻ അനുവദിക്കൂ, അതിലാണ് ഇസ്ലാമിൻ്റെ മഹത്വം ഇരിക്കുന്നത്. തൗഹീദ് സ്ഥാപിക്കാനുള്ള അവിടുത്തെ ഉള്ളിലെ ആ വേദനയായിരുന്നു അത്. രോഗവും കഠിനമായ തിരക്കും ഉണ്ടായിരുന്നിട്ടും ഇസ്ലാമിൻ്റെയും തൗഹീദിൻ്റെയും സന്ദേശം എത്തിക്കാൻ അവിടുന്ന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അതിനാൽ തൗഹീദിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അത് സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് മുഹമ്മദിയ മസീഹിൻ്റെ ദാസന്മാരുടെ കടമ. ഈ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ലോക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്തെ അവസ്ഥകൾ കാരണം ധാരാളം ദുആ ചെയ്യേണ്ടതാണ്. അതെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. യുദ്ധം നിർത്തി എന്ന് പേരിന് പറയുന്നുണ്ടെങ്കിലും അത് നീണ്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ഇപ്പോൾ തന്നെ അതിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ലെബനനെ ആക്രമിച്ചുകൊണ്ട് ഇറാനികളെ പ്രകോപിപ്പിക്കാനും അതിലൂടെ അവർ തിരിച്ചടിക്കാനുമാണ് ഇസ്രായേൽ സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ചില യൂറോപ്യൻ നേതാക്കൾ പോലും ഈ പ്രവൃത്തിയെ അപലപിച്ചിട്ടുണ്ട്. കുറഞ്ഞപക്ഷം അവരൊന്ന് ശബ്ദമുയർത്തുകയെങ്കിലും ചെയ്തുവല്ലോ. അവരെന്തെങ്കിലുമൊക്കെ ധാർമ്മികത പ്രകടിപ്പിച്ചു. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങും. എത്രത്തോളമേ അവരുടെ ധാർമ്മികതയുള്ളൂ. അതിലപ്പുറം ഒന്നും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ധൈര്യമോ കരുത്തോ അവർക്കില്ല. ഏതായാലും നാം പ്രാർത്ഥിക്കുക, അള്ളാഹു മുസ്ലിം ലോകത്തോട് കരുണ കാണിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.